സുഡാനിൽ നിലനിൽക്കുന്ന അതിരൂക്ഷമായ ആഭ്യന്തര യുദ്ധത്തിന് പ്രധാന കാരണം 2021 സൈനിക അട്ടിമറി തടയുന്നതിൽ രാജ്യാന്തര സമൂഹം കൂട്ടായി പരാജയപ്പെട്ടതാണെന്ന് യുഎയിലെ മുതിർന്ന നയതന്ത്രജ്ഞനും യുഎഇ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവുമായ ഡോക്ടർ അൻവർ മുഹമ്മദ് ഗർഗാഷ് ബഹ്റൈനിലെ മനാമ ഡയലോഗിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുഡാനിൽ അമേരിക്കൻ ഉപരോധങ്ങളിൽ നിന്ന് പുറത്തുവരുന്ന സമയമായതുകൊണ്ട് അന്ന് രാജ്യാന്തര സമൂഹം ശക്തമായി ഇടപെട്ടില്ല. ആ അവസരം മുതലെടുത്താണ് ജനറൽമാർ തമ്മിലുള്ള ബന്ധം വഷളാവുകയും ആ രാജ്യം ഇന്നത്തെ ഭീകരമായ ആഭ്യന്തര യുദ്ധത്തിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തത്. 2021 ചേർന്ന് അട്ടിമറി നടത്തിയ സുഡാനീസ് സായുധ സേനയും റാപ്പിഡ് സ്പോട്ട് ഫോഴ്സും തമ്മിലുള്ള അധികാര വടംവലിയാണ് 2023 ഏപ്രിലിൽ യുദ്ധമായി മാറിയത്. ഇത് വംശീയ അതിക്രമങ്ങൾക്ക് വഴി തുറക്കുകയും ലോകത്തിലെ ഏറ്റവും മോശമായ മാനുഷിക പ്രതിസന്ധിക്ക് കാരണമാവുകയും ചെയ്തു. മാധ്യമ റിപ്പോർട്ട് അനുസരിച്ച് 10,000-കണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ഏകദേശം 1.3 കോടി പേർ പലായനം ചെയ്യപ്പെടുകയും ചെയ്തു. സമാധാനം പുനഃസ്ഥാപിക്കാനായി US, UAE, സൗദി അറേബ്യ, ഈജിപ്ത് എന്നിവ ചേർന്ന് 2025 സെപ്റ്റംബറിൽ രൂപീകരിച്ച ക്വാഡ് സഖ്യത്തിന്റെ തീരുമാനങ്ങളോട് UAEയുടെ പ്രതിജ്ഞാബദ്ധത അദ്ദേഹം ആവർത്തിച്ചു. 3 മാസത്തെ മാനുഷിക വെടിനിർത്തൽ, രാഷ്ട്രീയ ചർച്ചകളിലൂടെ സമാധാനം, 9 മാസത്തിനുള്ളിൽ ഒരു പൗരഭരണകൂടം എന്നിവയാണ് ക്വാഡിന്റെ പ്രധാന ആവശ്യങ്ങൾ. എല്ലാ ആശയക്കുഴപ്പങ്ങളും മാറ്റി നിർത്തി അധികാരം ഒരു പൗരഭരണകൂടത്തിന് കൈമാറാൻ ജനറൽമാർ തയ്യാറുണ്ടോ എന്നതാണ് യഥാർത്ഥത്തിൽ ചോദ്യമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അൽഫാഷറിലെ അതിക്രമങ്ങളെ ശക്തമായി അപലപിച്ച ഡോക്ടർ ഗർഗാഷ് ഈ അതിക്രമങ്ങൾ തടയാൻ ഉടൻ വെടിനിർത്തൽ പ്രഖ്യാപിക്കുകയും പൗരഭരണകൂടത്തിലേക്ക് വഴി തുറക്കുകയും വേണമെന്നും ആവശ്യപ്പെട്ടു. സുഡാന് UAEയുടെ $100 മില്യൺ അധിക സഹായം അന്താരാഷ്ട്ര മാനുഷിക സംഘടനകൾ വഴി നൽകുമെന്ന് അദ്ദേഹം ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞു. വെടിനിർത്തൽ ആഹ്വാനങ്ങൾക്കിടയിലും UAE സുഡാനിലെ മാനുഷിക ശ്രമങ്ങൾ ഇരട്ടിയാക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. റെഡ് ക്രസന്റ്, വേൾഡ് ഫുഡ് പ്രോഗ്രാം, വിവിധ അന്താരാഷ്ട്ര സംഘടനകൾ തുടങ്ങിയ മാനുഷിക പ്രസ്ഥാനങ്ങളിലൂടെ സഹായം എത്തിക്കുമെന്ന് ഡോക്ടർ ഗർഗാഷ് പറഞ്ഞു. യുദ്ധത്തിൽ തകർന്ന ആ രാജ്യത്ത് അടിയന്തര സമാധാനത്തിന്റെ ആവശ്യകത അദ്ദേഹം ഊന്നി പറഞ്ഞു. സുഡാനിലെ അൽഫാഷറിലെ മാത്രമല്ല മറ്റ് പ്രദേശങ്ങളിലെയും ആളുകളെ പിന്തുണയ്ക്കുന്നതിനായി തടസ്സങ്ങളില്ലാത്ത മാനുഷിക വഴികൾ എത്രയും വേഗം തുറക്കുന്നുവോ അത്രയും നല്ലത്. കൂടുതൽ പിന്തുണ കാണാൻ കഴിയും. അത് UAEയിൽ നിന്ന് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. അൽഫാഷറിലെ അതിക്രമങ്ങളെ നമ്മൾ അപലപിക്കുന്നത് പോലെ മറ്റുള്ളവരും അപലപിക്കണം. സുഡാനിലെ മറ്റെല്ലാ അതിക്രമങ്ങളെയും അപലപിക്കാൻ അവരും നമ്മളും അർഹരാണ്. ഇന്ന് അതിനെ തടയുന്നത് എത്രയും വേഗം ഒരു വെടിനിർത്തലും സിവിലിയൻ ഗവൺമെന്റിലേക്കുള്ള ഒരു പാതയുമാണ് ഡോക്ടർ ഗർഗാഷ് കൂട്ടിച്ചേർത്തു. അക്രമങ്ങൾക്കും വിനാശങ്ങൾക്കും വിരാമമിട്ട് സുഡാനിൽ എത്രയും പെട്ടെന്ന് ഒരു വെടിനിർത്തൽ അത്യാവശ്യമാണ്. സമാധാനത്തിലേക്കും ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണകൂടത്തിലേക്കും ഉള്ള ഒരു പാത തെളിയേണ്ടിയിരിക്കുന്നു. അതിനായി ലോകം ഒറ്റക്കെട്ടായി നിൽക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം.